അയ്യോ പെരുച്ചാഴി പോലും ചെല്ലാത്തൊരു നാട്, കണ്ടാലും വെടിപ്പില്ല ഓണം കേറാത്തൊരു മൂല. ഇതുപോലൊരു നാട്, ഗതികെട്ടൊരു നാട് വേറെ എവിടുണ്ട്? ഓ വിവരമില്ലേലും വെളിവുമില്ലാത്ത നാട്ടാരിവിടുണ്ട്. അയ്യോ പെരുച്ചാഴി പോലും ചെല്ലാത്തൊരു നാട്, കണ്ടാലും വെടിപ്പില്ല ഓണം കേറാത്തൊരു മൂല. നമസ്കാരം. ഞാൻ ഈ പഞ്ചായത്തിന്റെ പ്രസിഡന്റ് പാച്ചുള്ള. കേരളത്തെ കുറിച്ച് പറഞ്ഞതൊക്കെ ഏതായാലും ശരി തന്നെയാണ്. പക്ഷേ എന്റെ ഈ തവളക്കുഴി പഞ്ചായത്തിനെ പറ്റി ഇങ്ങനെയൊക്കെ പറഞ്ഞാലുണ്ടല്ലോ ഞാൻ സമ്മതിക്കൂല. പ്രിയമുള്ള നാട്ടുകാരെ, നമ്മുടെ നാടിന്റെ കണ്ണിലുണ്ണിയും തവളക്കുഴി പഞ്ചായത്തിന്റെ പൊന്നോമന പുത്രനുമായ ശ്രീമാൻ ഉത്തമന് നിങ്ങളുടെ മൊത്തം വോട്ട് നൽകി വിജയിപ്പിക്കണമേ എന്ന് വിനയപുരുഷനെ ഞങ്ങൾ അഭ്യർത്ഥിക്കുകയാണ്, അപേക്ഷിക്കുകയാണ്. ജയിക്കും ഇപ്പൊ ജയിക്കും. പ്രസിഡന്റ്, എന്താ പ്രശ്നം? എന്താ പ്രസിഡന്റ്? എടാ നീ വിളിച്ചു പറഞ്ഞോണ്ട് പോണായിട്ടില്ലേ അവനെ ജയിപ്പിക്കണോന്ന്. അതിനെന്താ കുഴപ്പം? അവൻ നല്ല അടിപൊളി സ്ഥാനാർത്ഥിയല്ലേ? എടാ അതൊക്കെ ഞങ്ങളുടെ സ്ഥാനാർത്ഥി. അവനെ ജയിപ്പിച്ച് ഡൽഹിക്ക് വിട്ടല്ലോ. ഈ നാട്ടിൽ കൊല, അക്രമം, കൊള്ള, ബലാത്സംഗം, സ്ത്രീപീഡനം ഇവിടെ ഒന്നും ഉണ്ടാവില്ല. അത് ശരിയാ, ഉണ്ടാവില്ല. കാരണം അവനാണല്ലോ ഇത് മുഴുവൻ ഇവിടെ ചെയ്തു കൂട്ടുന്നത്. അതൊക്കെ നമ്മുടെ മറ്റേ പാർട്ടിയുടെ സ്ഥാനാർത്ഥി. അവനെ ജയിപ്പിച്ചു വിട്ട അമ്മ പെങ്ങന്മാർക്ക് ധൈര്യമായിട്ട് പുറത്തിറങ്ങി നടക്കാം. അത് ശരിയാ, അവനെ പേടിച്ചിട്ടാണല്ലോ ഇപ്പൊ അമ്മ പെങ്ങന്മാര് പുറത്തിറങ്ങി നടക്കാത്തത്. പ്രസിഡന്റ് വലിയ വർത്താനൊന്നും പറയണ്ട. പ്രസിഡന്റിന് ഈ പഞ്ചായത്തിന് വേണ്ടി എന്നാ ചെയ്തേക്കണേ? എടാ ഞാൻ എന്താ ചെയ്തേന്നേ? ഞാൻ മരിച്ചു കഴിഞ്ഞാൽ ഈ ജനങ്ങൾ മനസ്സിലാക്കുള്ളൂ. മരിച്ചു കഴിയുമ്പോ മനസ്സിലാക്കണ നന്നായി. അതെന്താ? അല്ലെങ്കിൽ ജനങ്ങൾ തല്ലിക്കൊന്നേനെ. അല്ലെങ്കിൽ നിങ്ങൾ രാഷ്ട്രീയക്കാരെ ഈ നാട് കുട്ടിച്ചോറാക്കണേ. ഇതാരാ വരുന്നത്? നമ്മുടെ രുക്മിണിയല്ലേ? രുക്മിണിയുടെ കൂടെ ഭർത്താവും ഉണ്ട്. അത് ഞാൻ കണ്ടില്ലാട്ടാ. പെണ്ണുങ്ങളെ കണ്ടാ പ്രസിഡന്റിന് ആണുങ്ങളെ കണ്ണി പിടിക്കൂലല്ലോ. നമസ്കാരം പ്രസിഡന്റ്. നമസ്കാരം നമസ്കാരം. വടക്കോട്ടുള്ള ബസ് പോയോ? അതിനിന്ന് ബസ് സമരല്ലേ രുക്കു? അതെന്താ പ്രസിഡന്റ് കാരണം? ആരാണ്ടും ഡ്രൈവറെ തോണ്ടീനാ കണ്ണൂരിട്ട് കാണിച്ചെന്നാ എന്നൊക്കെ പറഞ്ഞാണ് സമരം. അല്ലെങ്കിൽ നമ്മുടെ നാട്ടില് സമരത്തിന് വല്ല കാരണവും വേണോ? സമരം നാട്ടിൽ ദിവസവും നടത്തണ് മിന്നൽ സമരം, സ്ഥിരം സമരം പല പാർട്ടിക്കാരും നടത്തണ് ഹർത്താൽ ബഹളം. ഇന്ന് വെളുപ്പിന് കവലയിൽ ചെന്നപ്പോഴാണ് അറിഞ്ഞത് കാര്യമില്ലാത്ത കാര്യത്തിന് ആരണ്ടൊക്കെ സമരം. ഓഹോയ് സമരം നാട്ടിൽ ദിവസവും നടത്തണ് മിന്നൽ സമരം, സ്ഥിരം സമരം പല പാർട്ടിക്കാരും നടത്തണ് ഹർത്താൽ ബഹളം. അല്ലെങ്കിൽ ഈ ബസ് പോകാതിരിക്കുന്ന നല്ലത്. അതെന്താ? കഴിഞ്ഞ ആഴ്ച ഞാൻ ബസ് കയറിയപ്പോഴേ എന്താ പറ്റിയെന്ന് അറിയാമോ? എന്റെ ഈ ഭാര്യയുടെ 2 പവന്റെ മാല മോഷണം പോയി. കള്ളം മാല പൊട്ടിക്കുന്ന സമയത്ത് കൈ മേത്ത് മുട്ടിയപ്പോ അറിഞ്ഞില്ലേ പെങ്ങളെ? അറിഞ്ഞു. പിന്നെന്താ മിണ്ടാതിരുന്നത്? അത് പിന്നെ മാല പൊട്ടിക്കാനാണെന്ന് ഞാൻ വിചാരിച്ചോ. മാത്രമല്ല ബസ് കയറി കഴിഞ്ഞപ്പോ പുറകീന്ന് ആരാണ്ട് എന്നെ. ആരാണ്ട് രുക്കുവിനെ? ഞാനത് എങ്ങനെ പറയും? പറയേ ഇതൊക്കെ നല്ല ഇൻട്രസ്റ്റ് ഉള്ള കാര്യല്ലേ പറയുന്നേ. പറയണേ എന്താ പറ്റിയത്? ആരാണെങ്കിലും എന്നെ ഒന്ന് കാണിച്ചു വന്നോ മതി. അവനെ ഞാൻ ഇടിച്ച് ചെളുക്ക പുളിക്കാക്കി കളയും. ഇതൊക്കെ ചെയ്യാൻ അവനല്ലേ ധൈര്യമുള്ളു. ആരാണത്? നമ്മുടെ കേടി കുഞ്ഞപ്പൻ. ആരാണ് എന്നെ വിളിച്ചത്? പ്രസിഡന്റ് അത് മാത്രം പറയരുത് കേട്ടോ. എന്റെ കൺമുമ്പിൽ അക്രമം കണ്ടാൽ ഞാൻ നോക്കിയേക്കൂല. പിന്നെ നീ എന്നാ ഇങ്ങനെ കണ്ണടച്ചിക്കും? എടാ എന്റെ കുഞ്ഞപ്പ, നീയും പെണ്ണുമ്പിള്ള തമ്മിൽ എന്നെ ബഹളോ? നാട്ടുകാർക്ക് കിടന്നുറങ്ങണ്ട എത്ര പരാതിയാ കിട്ടണെന്ന് അറിയോ? ഞാനും പെണ്ണുമ്പിള്ള തമ്മിൽ പല പ്രശ്നം ഉണ്ടാവും. പക്ഷേ എന്റെ വീട്ടിലെ അവസാനത്തെ വാക്ക് എന്റെ അറിയാവോ? നീ എന്നാ പറയും? നീ നിന്റെ ഇഷ്ടം പോലെ എടീന്ന് പറയും. അതൊക്കെ ഇരിക്കട്ടെ കുഞ്ഞപ്പൻ ചേട്ടാ. എങ്ങനെയുണ്ട് നമ്മുടെ പോലീസ് സ്റ്റേഷനിലെ ഇപ്പോഴത്തെ സെറ്റപ്പ്? കുട്ടപ്പൻ SI ഉണ്ട്, കുഞ്ഞപ്പൻ CI ഉണ്ട്, എല്ലൂരണ കുഞ്ഞിക്കണ്ണൻ ഏമാനുണ്ടേ. ഒരു നല്ലൊരു ഏമം വന്ന് കുമ്പിനിടിക്കുന്നു, വേറെ ഒരേ മാന്റെ വക പൂരത്തെറി. ഇന്ന് പോകണ്ടട മോനെ, നാളെ പോകണ്ടട മോനെ, രണ്ടാഴ്ച അന്തി
സണ്ണിയല്ലേ? നീ എപ്പോഴാണ് ലണ്ടനിൽ നിന്ന് വന്നത്? ഓ ഒന്നും പറയണ്ട ചേട്ടാ, ഒരുവിധം ഇവിടെ എത്തി. ഞാൻ ആലോചിക്കാം നിങ്ങളൊക്കെ എങ്ങനെ ഈ നാട്ടിൽ ജീവിക്കണേ. ഓ ഇവിടെ അറ്റ്ലീസ്റ്റ് യാത്ര ചെയ്യാൻ ഒരു നല്ല റോഡെങ്കിലും ഉണ്ടോ? എടാ ഇവിടുത്തെ റോഡിന് എന്താ കുഴപ്പം? നിങ്ങൾ അവിടുത്തെ റോഡൊക്കെ വന്നൊന്ന് കാണണം. ആ റോഡിലേക്ക് ഉണ്ടല്ല നമുക്ക് വണ്ടി ഇറക്കാൻ തോന്നൂല. അതെന്താ? റോഡ് ചീത്തയായി പോകുന്ന വിചാരിക്കും. അത്രയ്ക്ക് നല്ല അടിപൊളി റോഡല്ലേ. ഇവിടുത്തെ റോഡിലോ അതെ വണ്ടി ഇറക്കാൻ നമുക്ക് തോന്നൂല. എന്താ റോഡ് ചീത്തയായി പോവോ? ഏയ് വണ്ടി ചീത്തയായി പോകുന്ന ഓർത്തിട്ട്. എന്റെ പൊന്നിയേട്ടാ ഇത് എന്തൊരു ചൂടാ ഈ നാട്ടില്. അതൊക്കെ ലണ്ടനില് ഫുൾ ടൈം ഇങ്ങനെ ഐസ് പെയ്യ റോട്ടിൽ ഐസ്. ഇവിടെയും കുറച്ചു നാളായിട്ട് അത് തന്നെയാ. പക്ഷേ ഐസിന്റെ കൂടെ ക്രീമും ഉണ്ടാവും. എന്താ അത് കേട്ടിട്ടില്ലേ? ഐസ്ക്രീം. എവിടെ ചെന്നാലും ഐസ്ക്രീം. എല്ലാം സഹിക്കാം, ഒക്കെ പോട്ടെന്ന് വയ്ക്കാം. പക്ഷെ വന്നിറങ്ങിയ ദിവസം അതൊട്ടും ശരിയായില്ല. നീ വന്നിറങ്ങിയപ്പോ ഈ നാടിന് എന്നടാ കുഴപ്പം? കഷ്ടകാലം പിടിച്ചൊരു നേരത്തു ഞാൻ നാട്ടിലെത്തി. കഷ്ടകാലം വന്നു തന്നെ ഹർത്താലും വന്നു. അയ്യയ്യോ എന്തൊരു കഷ്ടം, അയ്യേ ഇതെന്തൊരു നാട്. ആഴ്ചയിൽ 5 ദിവസവും ഹർത്താലുള്ള നാട്ടിൽ എന്ത് കഷ്ടകാലം, അതു ഞങ്ങൾ ശീലിച്ചു പോയി. അയ്യയ്യോ നമ്മുടെ നാട്, അമ്പോ ഇത് കേരള നാട്. കേരളത്തിൽ വന്നിട്ടിപ്പോ 5 മിനിറ്റ് ആയിട്ടില്ല. അതിനു മുമ്പാരോ എന്റെ പോക്കറ്റടിച്ചു. അയ്യയ്യോ എന്തൊരു കഷ്ടം, അയ്യേ ഇത് എന്തൊരു നാട്. അടിച്ചുള്ളൂ കഴുത്തൊന്നും വെട്ടില്ലല്ലോ, അതു തന്നെ ഭാഗ്യമെന്ന് കരുതിയാ മതി. അയ്യയ്യോ നമ്മുടെ നാട്, അമ്പോ ഇത് കേരള നാട്. ഒടുവിൽ ഞാൻ പഞ്ചായത്ത് പാലം വഴി പോരും നേരം തോളുകാര് പിടിച്ചെന്നെ പിഴിഞ്ഞെടുത്തു. അയ്യയ്യോ എന്തൊരു നാട്, അയ്യേ ഇത് കേരള നാട്. തോളുകാരു പിഴിഞ്ഞെന്നാൽ എന്തുമാത്രം പിഴിയാനാ? രാഷ്ട്രീയക്കാർ പിഴിയും പോലെ പിഴിഞ്ഞില്ലല്ലോ. അയ്യയ്യോ നമ്മുടെ നാട്, അമ്പോ ഇത് കേരള നാട്. കള്ളന്മാരും കൊള്ളക്കാരും പാർട്ടിക്കാരും ഒത്തുചേർന്നു കുടിക്കുന്ന നാട്ടിൽ അയ്യോ എങ്ങനെ ജീവിക്കും? അയ്യയ്യോ എന്തൊരു നാട്, അയ്യേ ഇത് കേരള നാട്. കൊള്ള കൊല കൊള്ളി വയ്പ് സ്ത്രീ പീഡനം പെൺവാണിഭം ഇങ്ങനെയുള്ള നാടു ഞങ്ങൾ ശീലിച്ചു പോയി. അയ്യയ്യോ എന്തൊരു നാട്, അമ്പോ ഇത് കേരള നാട്. 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 ചേട്ടാ ചേട്ടൻ ഈ പഞ്ചായത്തിന്റെ പ്രസിഡന്റ് ആണല്ലോ. ആണ്. എന്തൊക്കെ പ്രശ്നങ്ങളാ ചേട്ടാ ഈ നാട്ടില്? സ്ത്രീ പീഡനം, ഉവ്വ. വാണിഭം, ആ. പിടിച്ചുപറി, ആ. മോഷണം, ഉവ്വ. പട്ടിണി. ഉണ്ട്. ഇത്രയും കാലമായിട്ട് ഈ നാടിന് ഇതിൽ നിന്നൊരു പരിഹാരം ഇല്ലേ? ഉണ്ട്, ഇതിനെല്ലാം പരിഹാരം ഉണ്ട്. ഈ സ്ത്രീ പീഡനത്തിന് വല്ല പരിഹാരം ഉണ്ടോ? ഉണ്ട്. അപ്പൊ പെൺവാണിഭത്തിന് പരിഹാരം ഉണ്ടോ? ഉണ്ട്. എങ്കിൽ മോഷണത്തിന് പരിഹാരം ഉണ്ടോ? ഉണ്ട്. അപ്പൊ പിടിച്ചുപറിക്ക് പരിഹാരം ഉണ്ടോ? ഉണ്ടെന്നേ, എല്ലാത്തിനും പരിഹാരമുണ്ട്. എന്തു പരിഹാരം? ഇതിനെല്ലാം പരിഹാരമായി ഞാൻ എന്റെ 2 മക്കളെയും ഈ നാടിന് ദാനം ചെയ്യുന്നു. എന്റെ കർത്താവ്, വെളിയിലിരിക്കുന്ന പാമ്പിനെ എടുത്ത് വയ്ക്കല്ലേ, ഓടിക്കോ.